ഹായ് ഓൾ, വെൽക്കം ടു മൈ മെൻറ്റർ PSC ആപ്പ്. നമ്മൾ ഇന്ന് കറണ്ട് അഫെയർസ് ആണ് നോക്കുന്നത്. അതായത് ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർസിൻ്റെ കുറച്ച് പോയിന്റുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഒരു പുരസ്കാരമാണ്. അതായത് ശാസ്ത്രം, സാങ്കേതിക വിദ്യയുടെ നേതൃത്വത്തിലുള്ള നൂതന ആശയങ്ങൾ എന്നിവയുടെ വിവിധ മേഖലയിലെ വ്യക്തികൾക്കോ ടീമുകൾക്കോ നൽകുന്ന ദേശീയ ശാസ്ത്ര പുരസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ദേശീയ തലത്തിൽ കൊടുക്കുന്ന ദേശീയ ശാസ്ത്ര പുരസ്കാരം, ആ പുരസ്കാരത്തിൻ്റെ പേരെന്താണ്? രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതായത് ദേശീയ തലത്തിൽ ശാസ്ത്ര മേഖലയിലും അതുപോലെ തന്നെ സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തികൾക്കോ അല്ലെങ്കിൽ ടീമുകൾക്കോ നൽകുന്ന പുരസ്കാരമാണ്, ദേശീയ തലത്തിൽ കൊടുക്കുന്ന പുരസ്കാരമാണ്. ഏത് പുരസ്കാരം? രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം എന്ന് പറയുന്ന പുരസ്കാരം. ഈ പുരസ്കാരം 2024 തൊട്ടാണ് കൊടുത്തു തുടങ്ങിയത്. 2024 തൊട്ടാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം എന്ന് പറയുന്ന പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ടു മുന്നേയുള്ള ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരത്തിന് അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 2024 ഈ പുരസ്കാരം ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? കൊടുത്തു തുടങ്ങുന്നത്. ചന്ദ്രയാൻ 3 ദൗത്യം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിൻ്റെ സ്മരണയ്ക്കായിട്ട് ദേശീയ ബഹിരാകാശ ദിനമായ ഓഗസ്റ്റ് 23 ഈ പുരസ്കാരം നൽകുന്നത്. നമ്മൾ നോക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ദേശീയ ബഹിരാകാശ ദിനം എന്താണ്? ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം. ആ ദിവസമാണ് ഈ ഒരു പുരസ്കാരം എന്ത് ചെയ്യുന്നത്? സമർപ്പിക്കുന്നത്, അല്ലെങ്കിൽ പ്രഖ്യാപിച്ചതിന് ശേഷം രാഷ്ട്രപതിയാണ് ഈ പുരസ്കാരം നൽകുന്നത്. ഈ പുരസ്കാരം കൊടുക്കുന്നത് ഈ പറയുന്ന ഓഗസ്റ്റ് 23. നമുക്കറിയാം ആ ദിവസം എന്തുകൊണ്ടാണ് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് തെരഞ്ഞെടുത്തത് എന്നറിയാം. എന്താണ്? ചന്ദ്രയാൻ 3 ദൗത്യം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് നടത്തിയതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് അന്നേ ദിവസം എന്തായിട്ട് ആചരിക്കുന്നത് നമ്മൾ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് പറയുന്നത്. ആ ദിവസം ഓഗസ്റ്റ് 23 ഈ പറയുന്ന രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പുരസ്കാരം എങ്ങനെയൊക്കെയാണ് നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 കാറ്റഗറീസ് വരുന്നുണ്ട്. ആദ്യത്തേത് വിജ്ഞാൻ രത്ന പുരസ്കാരമാണ്. നമ്മൾ ഈ പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് ഇവിടുത്തെ അതായത് ആദ്യത്തെ നമ്മൾ നോക്കുന്നത് വിജ്ഞാൻ രത്ന പുരസ്കാരമാണ്. വിജ്ഞാൻ രത്ന പുരസ്കാരമാണ്. ഈ ഒരു പുരസ്കാരം ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ സമഗ്ര സംഭാവനകൾ വെച്ചുകൊണ്ട് ഒരാൾക്ക് നൽകുന്ന ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡാണ് ഈ പറയുന്ന വിജ്ഞാൻ രത്ന പുരസ്കാരം. പരമാവധി ഒരു അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ, ഈ പറയുന്ന പുരസ്കാരം പ്രഖ്യാപിക്കുമ്പോൾ ഒരു തവണ ഒരു വർഷം പരമാവധി 3 പേർക്ക് ഈ അവാർഡുകൾ നൽകാം. എങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 2024 വിജ്ഞാൻ പുരസ്കാരം ലഭിച്ച വ്യക്തിയുടെ പേരെന്താണ്? ഗോവിന്ദൻ പത്മനാഭൻ എന്നാണ്. ഗോവിന്ദൻ പത്മനാഭൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ് എന്ത് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്? നമ്മുടെ വിജ്ഞാൻ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹം ശാസ്ത്ര സാങ്കേതിക മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് ഈ വർഷം എന്ത് നൽകിയിട്ടുള്ളത്? വിജ്ഞാൻ രത്ന പുരസ്കാരം നൽകിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പം ആദ്യത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത കാറ്റഗറി, അതായത് നമ്മുടെ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരത്തിൻ്റെ അടുത്ത കാറ്റഗറിയാണ് വിജ്ഞാൻ ശ്രീ പുരസ്കാരം. നമ്മുടെ പത്മശ്രീ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഇവിടെ വിജ്ഞാൻ ശ്രീ പുരസ്കാരം എന്ന് പറയുന്നു. അതും എന്ത് തന്നെയാണ്? ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾക്കാണ് കൊടുക്കുന്നത്. അവരുടെ മികച്ച സംഭാവനകളൊക്കെ നൽകിയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നതാണ് വിജ്ഞാൻ ശ്രീ പുരസ്കാരം എന്ന് പറയുന്നത്. വിജ്ഞാൻ രത്ന എന്തായിരുന്നു? അതൊരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞു. ഈ പറയുന്ന വിജ്ഞാൻ ശ്രീ പുരസ്കാരം പരമാവധി 25 പേർക്ക് കൊടുക്കാം. പരമാവധി ഈ പുരസ്കാരം എത്ര പേർക്ക് കൊടുക്കാം? 25 ആളുകൾക്കാണ് പരമാവധി ഈ പുരസ്കാരം കൊടുക്കാൻ പറ്റുന്നത്. മൊത്തം ഈ വർഷം 2024 അത് 13 ആളുകൾക്കാണ് ലഭിച്ചിട്ടുള്ളത്. 2024 13 ആൾക്കാർക്കാണ് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ആ 13 പേരുടെയും പേരുകളൊന്നും നമ്മൾ തൽക്കാലം പഠിക്കേണ്ട, പക്ഷെ ആ ഒരു കണക്കുകൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ കുറച്ച് ആൾക്കാരുടെ പേരൊന്ന് പഠിക്കാം. അന്നപൂർണി സുബ്രഹ്മണ്യൻ.
അന്നപൂർണി സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന വ്യക്തിക്ക് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ആ ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കാണ് എന്ത് ലഭിച്ചിട്ടുള്ളത്? വിജ്ഞാൻ ശ്രീ പുരസ്കാരം ലഭിച്ചത്. മറ്റൊന്ന് ഡോക്ടർ അനന്ത രാമകൃഷ്ണൻ സി. എന്താണ്? ഡോക്ടർ അനന്ത രാമകൃഷ്ണൻ സി. അദ്ദേഹത്തിന് ഏത് മേഖലയാണ്? അഗ്രികൾച്ചർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ്. ആരാണ്? ഡോക്ടർ അനന്ത രാമകൃഷ്ണൻ സി. ഓക്കെ ആണല്ലോ. അടുത്ത ആള് ഡോക്ടർ ആവേശ് കുമാർ ത്യാഗി. ഡോക്ടർ ആവേശ് കുമാർ ത്യാഗിക്ക് അറ്റോമിക് എനർജിയുമായി ബന്ധപ്പെട്ടുള്ള ഫീൽഡാണ്. അറ്റോമിക് എനർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് അദ്ദേഹത്തിന് എന്ത് ലഭിച്ചത്? വിജ്ഞാൻ ശ്രീ ലഭിച്ചത്. പേരെന്താണ്? ആവേശ് കുമാർ ത്യാഗി എന്നുള്ളതാണ് ആ പേര്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ആള് പ്രൊഫസർ ഡോക്ടർ സഞ്ജയ് ബെഹറി. ഡോക്ടർ സഞ്ജയ് ബെഹറി നമ്മുടെ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ആ മേഖലയിൽ മെഡിസിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് എന്ത് ലഭിച്ചിട്ടുള്ളത്? ഈ പറയുന്ന വിജ്ഞാൻ ശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ വിജ്ഞാൻ ശ്രീ പുരസ്കാരം എന്ന് പറയുന്ന പുരസ്കാരം പരമാവധി 25 ആളുകൾക്ക് ലഭിക്കാം. ഈ വർഷം അത് 13 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. 13 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന് മുഴുവൻ പേര് നമ്മൾ പഠിച്ചില്ല, കുറച്ച് പേരുകൾ നമ്മൾ നോക്കി. അന്നപൂർണി സുബ്രഹ്മണ്യൻ, അതുപോലെ തന്നെ അനന്ത രാമകൃഷ്ണൻ സി, ആവേശ് കുമാർ ത്യാഗി, അറ്റോമിക് എനർജി എന്ന് പറയുന്ന ഫീൽഡിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. മറ്റൊന്ന് പ്രൊഫസർ ഡോക്ടർ സഞ്ജയ് ബെഹരി, മെഡിസിൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ശ്രീ ചിത്തിരനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത്രയും പേരുകളുടെ കാര്യം വരുന്നത് ഏത് പുരസ്കാരം? വിജ്ഞാൻ ശ്രീ പുരസ്കാരമാണ്. ക്ലിയർ ആണല്ലോ. അത് വിജ്ഞാൻ ശ്രീ പുരസ്കാരം. ഇനി അടുത്തത് വിജ്ഞാൻ യുവ SSB പുരസ്കാരം. വിജ്ഞാൻ യുവ എന്താണ്? SSB ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം. നേരത്തെ ഈ പറയുന്ന ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം എന്ന് പറയുന്ന ഒരു പുരസ്കാരമായിരുന്നു ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം വരുന്നതും അതിന് ഡിഫറെൻറ്റ് കാറ്റഗറീസ് വന്നു. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് വിജ്ഞാൻ യുവ എന്താണ്? SSB ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരമാണ്. ആ പേരിൽ തന്നെ ആ യുവ എന്ന് പറയുന്ന കിടക്കുന്നുണ്ട് അല്ലേ? അതായത് കുറച്ചുകൂടെ യൂത്തിനാണ് ആ ഒരു മേഖല, ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട യൂത്തിനാണ് ഇത്തരത്തിലൊരു അവാർഡ് കൊടുക്കുന്നത് അല്ലെങ്കിൽ പുരസ്കാരം കൊടുക്കുന്നത്. ഓക്കെ, അവിടെയും പരമാവധി 25 പേർക്കാണ് ഇത് നൽകുന്നത്. പരമാവധി 25 ആളുകൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. 2024 18 ആൾക്കാർക്ക് ഈ പുരസ്കാരം ലഭിച്ചു. 2024 18 ആൾക്കാർക്ക് ഈ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, മലയാളി ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ പറയുന്ന വിജ്ഞാൻ യുവ SSB പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം എർത്ത് സയൻസ് എന്ന് പറയുന്ന എർത്ത് സയൻസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തുന്നത്. ആ ഒരു ഫീൽഡുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന വിജ്ഞാൻ യുവ SSB പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ റോക്സി മാത്യു കോൾ ആണ്. എന്താണ്? ഡോക്ടർ റോക്സി മാത്യു കോൾ എന്ന് പറയുന്ന വ്യക്തിക്ക് വിജ്ഞാൻ യുവ SSB പുരസ്കാരം ലഭിച്ചു. അദ്ദേഹം മലയാളി കൂടിയാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇതാണ് വിജ്ഞാൻ യുവ SSB പുരസ്കാരം. മറ്റൊരു പുരസ്കാരം വിജ്ഞാൻ ടീം പുരസ്കാരം. ടീമാണ്, ഒരു ടീമിന് നൽകുന്ന പുരസ്കാരമാണ്. അപ്പോൾ ആ പുരസ്കാരം നൽകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 അതിലധികമോ അംഗങ്ങൾ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കാണ്. ആ ഒരു പുരസ്കാരം 2024 അല്ലേ, നമ്മൾ 2024 ആദ്യമായി ആ പുരസ്കാരം നൽകുന്നത്. 2024 ആ പുരസ്കാരം നേടിയിട്ടുള്ളത് ചന്ദ്രയാൻ 3 സംഘത്തിനാണ്. അപ്പം വിജ്ഞാൻ ടീം പുരസ്കാരത്തിന് 2024 അർഹരായത് ആരാണ്? ചന്ദ്രയാൻ 3 എന്താണ്? സംഘത്തിനാണ് എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. നമ്മൾ പഠിച്ചത് എന്ത് പുരസ്കാരത്തെക്കുറിച്ചാണ്? രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം. അതിൽ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരത്തിൽ ആദ്യം എന്താണ്? വിജ്ഞാൻ രത്ന പുരസ്കാരത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ആ വിജ്ഞാൻ രത്ന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് സമഗ്ര സംഭാവനയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത്. ആർക്കാണ്? ഗോവിന്ദൻ പത്മനാഭൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ് ലഭിച്ചിട്ടുള്ളത്. പിന്നീട് നമ്മൾ വിജ്ഞാൻ ശ്രീ പുരസ്കാരം നോക്കി. അതെന്താണ്? നമ്മുടെ അതേപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നൽകുന്നതാണ്. 13 ആളുകൾക്ക് ഇത് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ കുറച്ച് ആളുകളെ നോക്കി. അതിനുശേഷം നമ്മൾ യുവ പുരസ്കാരം അല്ലേ, വിജ്ഞാൻ യുവ SSB പുരസ്കാരം പഠിച്ചു. അതിലൊരു മലയാളി കൂടിയായിട്ടുള്ള ആരാണ്? ഡോക്ടർ റോക്സി മാത്യു കോളിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? നമ്മുടെ വിജ്ഞാൻ യുവ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ആ പുരസ്കാരം നോക്കിയത് വിജ്ഞാൻ ടീം പുരസ്കാരമാണ്. ആ പേരിൽ തന്നെ ടീമായിട്ടുള്ള ഒരു പുരസ്കാരം, ടീമിന് നൽകുന്ന പുരസ്കാരമാണ്. ഈ വർഷം 2024 ആ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ചന്ദ്രയാൻ 3 സംഘത്തിനാണ് എന്ത് ലഭിച്ചിട്ടുള്ളത്? വിജ്ഞാൻ ടീം പുരസ്കാരം ലഭിച്ചത്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട്
അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ്. ഓക്കെ, ഇനി നമുക്ക് നേരെ ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ISROയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ISROയുമായി ബന്ധപ്പെട്ട് ISROയുടെ ചെയർമാൻ ആരാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ആരാണ് ISROയുടെ ചെയർമാൻ എന്നുള്ളത് നമുക്കറിയാം. S സോമനാഥ് ആണ് അല്ലേ. S സോമനാഥ് ആണ് ISROയുടെ ചെയർമാൻ. ISROയുടെ ചെയർമാൻ പദവിയിലെത്തുന്ന 5ാമത്തെ കേരളീയനാണ് ആര്? സോമനാഥ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ISROയുടെ ചെയർമാൻ ആരാണ്? അദ്ദേഹം മലയാളിയാണ്. ISROയുടെ തലപ്പത്തെത്തുന്ന എത്രാമത്തെ മലയാളിയാണ് അദ്ദേഹം? 5ാമത്തെ മലയാളിയാണ്. ഓക്കെ ആണല്ലോ, കേരളീയനാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ അത് ബേസ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഓൾറെഡി എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. സ്ഥിരം നമ്മളോട് ചെയർമാൻ ആരാ പദവികളൊക്കെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായി ISROയുടെ ചെയർമാനെയൊക്കെ നമ്മൾ ചോദ്യപേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കുന്നത് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അഥവാ BAS എന്താണെന്നുള്ളതാണ്. ഇന്ത്യ സ്ഥാപിക്കാൻ പദ്ധതിയിടുന്ന ബഹിരാകാശ നിലയത്തിൻ്റെ പേരാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അല്ലേ. അപ്പം ബഹിരാകാശ സ്റ്റേഷനാണ്, നിലയമാണ്. ആര് സ്ഥാപിക്കുന്നു? ഇന്ത്യ സ്ഥാപിക്കുന്നത് കൊണ്ട് തന്നെ അതിന് ഭാരതീയ എന്ന് പറയുന്ന പേര് വരുന്നു. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ BAS എന്നുള്ളതാണ് ആ ഒരു ഷോർട്ട് ഫോം വരുന്നത്. ക്ലിയർ ആണല്ലോ. ഇന്ത്യ സ്ഥാപിക്കാൻ പദ്ധതിയിടുന്ന ബഹിരാകാശ നിലയം. ആദ്യഘട്ട വിക്ഷേപണത്തിന് ഒരുങ്ങുന്ന റോക്കറ്റ്, അതായത് ഈ പറയുന്ന ബഹിരാകാശ നിലയത്തിൽ നിന്ന് ആദ്യഘട്ട വിക്ഷേപണത്തിന് തയ്യാറെടുക്കുന്ന റോക്കറ്റാണ് LMV3 ആണ് ആദ്യഘട്ട വിക്ഷേപണത്തിന് തയ്യാറെടുക്കുന്ന റോക്കറ്റ്. ആദ്യ വിക്ഷേപണം നടത്താൻ നമ്മൾ 2028 കൂടി നമുക്ക് ആദ്യ വിക്ഷേപണം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, അവിടെ നിന്ന് ആദ്യമായി വിക്ഷേപണം നടത്താൻ തയ്യാറെടുക്കുന്ന റോക്കറ്റ് LMV3 ആണ്. അതുപോലെ തന്നെ 2028 കൂടി ഈ പറയുന്ന വിക്ഷേപണം നടത്താൻ ലക്ഷ്യമിടുന്നുണ്ട്. അതുപോലെ തന്നെ 2028 നമ്മൾ ആദ്യഘട്ട വിക്ഷേപണം നടത്തും എന്നാണ് പറയുന്നത്. 2035 കൂടി ഈ പറയുന്ന ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ സ്ഥാപിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പൂർണ്ണമായി ആ ഒരു സ്റ്റേഷൻ ബഹിരാകാശ നിലയം സ്ഥാപിക്കും. ഏത് വർഷത്തോടു കൂടി? 2035 കൂടി ആ പറയുന്ന ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ പൂർണ്ണ രീതിയിൽ സ്ഥാപിക്കും എന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പം നമ്മൾ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന് പറയുന്ന ബഹിരാകാശ നിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കിയത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. PSLV C58 അല്ലെങ്കിൽ എക്സ്പോസാറ്റ് എന്ന് പറയുന്ന നമ്മുടെ വിക്ഷേപണം നടത്തിയതാണ്. PSLV C58 എക്സ്പോസാറ്റ് എന്ന് പറയുന്നത് വിക്ഷേപണം ചെയ്തത് എന്നാണ്? എക്സ്പോസാറ്റ് വിക്ഷേപണം നടത്തിയത് എന്ന് ചോദിച്ചാൽ അത് വിക്ഷേപിച്ച തീയതി ജനുവരി 1, 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച സാറ്റലൈറ്റ് ആണ് എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്. അത് പോയ പേടകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSLV C58 എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ. ആ പറയുന്ന എക്സ്പോസാറ്റിന്റെ മിഷൻ എന്ന് പറയുന്നത് എക്സ്റേ പോളാറിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ് മിഷൻ എന്ന് പറയുന്നതാണ് മുഴുവൻ പേര്. ഒന്ന് എക്സ്പോസാറ്റ് ആണ്. ആ ഒരു പേരിൽ തന്നെ എന്തുണ്ട്? SAT എന്ന് പറയുമ്പോൾ സാറ്റലൈറ്റ് ആണ്, എക്സ്റേ ആണ്, പോളറിമീറ്റർ എന്നുള്ളതാണ് PO എന്ന് പറയുന്നത്. അത് നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ്റേ പോളറിമീറ്റർ സാറ്റലൈറ്റ് എന്നുള്ളതാണ് ഈ പറയുന്ന സാറ്റലൈറ്റിന്റെ പൂർണ്ണ രൂപം അല്ലെങ്കിൽ പൂർണ്ണ പേര് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ജ്യോതിശാസ്ത്രത്തിൽ നൂതന ശാസ്ത്രീയ അവബോധം ലക്ഷ്യമിട്ടാണ് ISROയുടെ ഈ പുതിയ ദൗത്യം. അപ്പോൾ ഈ പറയുന്ന എക്സ്റേ പോളറിമീറ്റർ സാറ്റലൈറ്റിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ജ്യോതിശാസ്ത്രത്തിലുള്ള നൂതനമായിട്ടുള്ള ശാസ്ത്രീയ അവബോധം ലക്ഷ്യമിടുകയാണ്. ക്ലിയർ ആണല്ലോ. അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ 2 പേലോഡുകളാണ് ഈ പറയുന്ന സാറ്റലൈറ്റിലുള്ളത്. പോളിക്സ് എന്ന് പറയുന്നത് പോളറിമീറ്റർ ഇൻസ്ട്രുമെന്റ്സ് ഇൻ എക്സ്റേ. എന്താണ് പോളിക്സ് എന്ന് പറയുന്ന ഒരു പേലോഡ് ഉണ്ട്, പോളറിമീറ്റർ ഇൻസ്ട്രുമെന്റ്സ് ഇൻ എക്സ്റേ. അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് രാമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. രാമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള പോളിക്സും മറ്റൊന്ന് URSC ആസ്ട്രോണമി ഗ്രൂപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ള എക്സ്പെക്ട് എന്ന് പറയുന്നത് SXSPECT. അതിൻ്റെ ഫുൾ ഫോം വരുമ്പോൾ എക്സ്റേ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ടൈമിംഗ് എന്ന് പറയുന്ന 2 പേലോഡുകൾ, പോളിക്സ് എന്നും എക്സ്പെക്ട് എന്നും പറയുന്ന 2 പേലോഡുകളാണ് ഈ പറയുന്ന സാറ്റലൈറ്റിന്റെ ഭാഗമായിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. നമ്മൾ നോക്കിയത് എക്സ്പോസാറ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ജ്യോതിശാസ്ത്രത്തിലുള്ള നൂതനമായിട്ടുള്ള ശാസ്ത്രീയ അവബോധം ലക്ഷ്യമിട്ട് ISRO വിക്ഷേപിച്ചതാണ്. അതിൻ്റെ വിക്ഷേപണ തീയതി എന്ന് പറയുന്നത് ജനുവരി 1,
2024 ക്ലിയർ ആണല്ലോ. PC-58 അത് വിക്ഷേപിച്ചിട്ടുള്ളത്. അതിൻ്റെ പേര് എക്സ്പോസാറ്റ്, മുഴുവൻ പേര് എക്സ്റേ പോളറിമീറ്റർ സാറ്റലൈറ്റ് എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് എക്സ്പോസാറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. വിക്ഷേപണ തീയതി നിങ്ങളൊന്ന് നോക്കിപ്പോണം കേട്ടോ. അടുത്തത് GSLV F-14 ഇൻസാറ്റ് 3DS. അപ്പോൾ ഇൻസാറ്റ് 3DS എന്ന് പറയുന്ന സാറ്റലൈറ്റ് ആണ് ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസാറ്റ് 3DS എന്ന് പറയുന്ന സാറ്റലൈറ്റിൻ്റെ പൂർണ്ണനാമം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ്. അപ്പം ഇൻസാറ്റ് എന്ന് പറയുന്ന ഇതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ഇൻസാറ്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഇൻസാറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം. ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം എന്നുള്ളതാണ് അതിൻ്റെ പൂർണ്ണ പേര് എന്ന് പറയുന്നത്. ഇതൊരു ഭൂസ്ഥിര ഉപഗ്രഹമാണ്. ഇതൊരു ഭൂസ്ഥിര ഉപഗ്രഹമാണ്, സാറ്റലൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻസാറ്റ് എന്ന് പറയുന്ന ഉപഗ്രഹം അത് വിക്ഷേപിച്ചത് മുഴുവൻ പേരെന്താണ്? ഇൻസാറ്റ് 3DS ആണ്. അത് വിക്ഷേപിച്ച തീയതി 2024 ഫെബ്രുവരി 17 2024 ഫെബ്രുവരി മാസം 17 ഈ സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നു. അതിൻ്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് ഏതാണ്? GSLV F-14 ആണ്. അപ്പം GSLV F-14 എന്ന് പറയുന്ന വിക്ഷേപണ വാഹനത്തിൽ 2024 ഫെബ്രുവരി 17 ഇത് വിക്ഷേപിക്കുന്നു. എവിടെ നിന്ന് വിക്ഷേപിച്ചു? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണിത് വിക്ഷേപിച്ചിട്ടുള്ളത്. അതുകൂടി നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഇത് GSLVയുടെ 16ാമത്തെ വിക്ഷേപണമാണ്. അതുപോലെ തന്നെ ഈ ഇൻസാറ്റ് 3DS എന്ന് പറയുന്നത് ഒരു കാലാവസ്ഥാ ഉപഗ്രഹം കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇൻസാറ്റ് 3DS എന്ന് വെച്ചാൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടി കണ്ടുപിടിക്കുക. അതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഇൻസാറ്റ് 3DS എന്ന് പറയുന്ന സാറ്റലൈറ്റ് ലക്ഷ്യമിടുന്നത്. ക്ലിയർ ആണല്ലോ. ഇൻസാറ്റ് 3DS അതെങ്കിൽ നമ്മൾ മറ്റൊരു പേരും കൂടി നമ്മൾ അതിന് മുന്നിൽ പറഞ്ഞു, GSLV F-14. ഇത് പേടകമാണ്, ആ ഒരു വിക്ഷേപണ വാഹനമാണ് GSLV F-14 എന്ന് പറയുന്നത്. ഇൻസാറ്റ് 3DS അത് വിക്ഷേപിച്ചത് 2024 ഫെബ്രുവരി 17 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് നോക്കി വെച്ചിരിക്കുക. വിക്ഷേപണ തീയതികളൊക്കെ മുൻവർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ തീയതി ഒന്ന് നോക്കി വെച്ചിരിക്കുക. അടുത്തത് EOS 08 SSLV D3 മിഷൻ. EOS 8 SSLV D3 മിഷനാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. ഈ ഒരു ഉപഗ്രഹം എന്ന് പറയുന്നത് ഭൗമ നിരീക്ഷണത്തിനായിട്ടുള്ള ഒരു ചെറിയ ഉപഗ്രഹമാണ്. EOS 8 എന്ന് പറയുന്നത്. EOS 8 എന്ന് പറയുന്നത് ഭൗമ നിരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഉപഗ്രഹാധിഷ്ഠിത ഭൗമ നിരീക്ഷണമാണ്. അതായത് ഉപഗ്രഹങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഭൗമ നിരീക്ഷണം നടത്തുന്നതിന് ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു സാറ്റലൈറ്റ് വിക്ഷേപിച്ചിട്ടുള്ളത്. ഇത് വിക്ഷേപിച്ച ദിവസം എന്ന് പറയുന്നത് 2024 ഓഗസ്റ്റ് 16 കേട്ടോ. 2024 ഓഗസ്റ്റ് 16. ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അതിനുശേഷമുള്ള തൊട്ടടുത്ത ദിവസമാണ് EOS 8 വിക്ഷേപിച്ചിട്ടുള്ളത്. വിക്ഷേപണം നടത്തിയിട്ടുള്ളത് SSLVയിലാണ്. ആ SSLVയുടെ SSLV വിക്ഷേപണം നടത്തിയ 3ാമത്തെ മിഷനാണ്. അതുകൊണ്ടാണ് SSLV D3 എന്ന് നമ്മൾ പറയുന്നത്, EOS 8 എന്ന് പറയുന്ന മിഷൻ. ഓക്കെ ആണല്ലോ. ഓക്കെ, ഈ പറയുന്ന ഒരു സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഉപഗ്രഹമാണ്. അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ വരുന്നത് ദുരന്ത മേഖലയുടെ നിരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ കാലാവസ്ഥ പരിസ്ഥിതി നിരീക്ഷണം, സമുദ്രോപരിതലത്തിലെ കാറ്റിൻ്റെ ഗതി, ഭൂമിയിലെ മണ്ണിൻ്റെ ഈർപ്പം കണ്ടെത്തുക, അഗ്നിപർവ്വത മേഖലയെ നിരീക്ഷിക്കുക, അതിൻ്റെ പഠനമൊക്കെയാണിത് കൂടുതലായി നടത്തുന്നത്. നമ്മൾ ഭൗമ നിരീക്ഷണമാണ്. അപ്പം ഭൗമ നിരീക്ഷണം എന്ന് പറയുമ്പോൾ ഭൂമിയിലെ മാറ്റങ്ങളൊക്കെ അതിന് നിരീക്ഷിക്കാനും പഠിക്കാനും ഒക്കെ കഴിയണം അല്ലേ. അപ്പം സ്വാഭാവികമായിട്ടും ദുരന്ത മേഖലകളൊക്കെ നിരീക്ഷിക്കണം. അതുപോലെ തന്നെ മണ്ണിൻ്റെ ഈർപ്പം, ഈർപ്പവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സമുദ്രതലത്തിലെ കാറ്റിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ വല്ല അഗ്നിപർവ്വത മേഖലകളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിരീക്ഷിക്കുക, പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പറയുന്ന EOS 8 വിക്ഷേപിച്ചിട്ടുള്ളത്. വിക്ഷേപിച്ച ദിവസം ഓഗസ്റ്റ് 16 2024 ഓഗസ്റ്റ് 16 വിക്ഷേപിച്ചത്. SSLV D3യിലാണ്. ഓക്കെ ആണല്ലോ, SSLV ആണ്. അത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അതാണ് നമ്മൾ EOS 8 മിഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് അഗ്നിബാൻ. അഗ്നിബാൻ എന്താണെന്നാണ്. ഇത് ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ സെമി ക്രയോജനിക് എൻജിൻ റോക്കറ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ സെമി ക്രയോജനിക് എൻജിൻ റോക്കറ്റ് ആണ് അഗ്നിബാൻ. ഓക്കെ ആണല്ലോ. ഇത് വിക്ഷേപിച്ചിട്ടുള്ളത് 2024
മെയ് മാസം 30-നാണ്. 2024 മെയ് മാസം 30-നാണ് ഈ പറയുന്ന അഗ്നിബാൻ വിക്ഷേപിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ സെമി ക്രയോജനിക് എൻജിൻ റോക്കറ്റാണ്. ലോകത്തിലെ ആദ്യത്തെ സിംഗിൾ പീസ് 3D പ്രിന്റ് സെമി ക്രയോജനിക് റോക്കറ്റ് എൻജിനാണ്. ഓക്കെ, അപ്പോൾ ലോകത്തിലെ തന്നെ എന്താണ് ഇത്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചിട്ടെടുത്തുള്ള എന്താണ് സെമി ക്രയോജനിക് എൻജിൻ റോക്കറ്റ് ആണ്. അതുപോലെ തന്നെ ലോകത്തെ ആദ്യത്തെ സിംഗിൾ പീസ് 3D പ്രിന്റഡ് സെമി ക്രയോജനിക് റോക്കറ്റ് എൻജിനും കൂടിയാണ് ഈ പറയുന്ന അഗ്നിബാൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതൊന്ന് നോക്കി പോവുക. അതുപോലെ തന്നെ വിക്ഷേപിച്ച സ്ഥലം എന്ന് പറയുന്നത് ധനുഷ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് ലോഞ്ചിങ് പാഡാണ്. ശ്രീഹരിക്കോട്ടയിൽ തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് ലോഞ്ചിങ് പാഡായിട്ടുള്ള ധനുഷിൽ നിന്നാണ് ഈ പറയുന്ന അഗ്നിബാൻ വിക്ഷേപിച്ചിട്ടുള്ളത്. ഇത് അഗ്നികുൽ കോസ്മോസിസ് ലോഞ്ച് പാഡിൽ നിന്നാണ്. ഓക്കെ, അഗ്നികുൽ കോസ്മോസിസ് ലോഞ്ച് പാഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് ലോഞ്ചിങ് പാഡാണ്. അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അതിൻ്റെ പേര് ധനുഷ് എന്നാണ്. ധനുഷിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചിട്ടുള്ളത്, അഗ്നിബാൻ വിക്ഷേപിച്ചത്. അത് എന്ന് വിക്ഷേപിച്ചു? 2024 മെയ് മാസം 30 വിക്ഷേപിച്ചു. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതൊന്ന് നോക്കി വെച്ചിരിക്കുക. ഇന്ത്യയിലെ ആദ്യ എന്താണ് തദ്ദേശീയ സെമി ക്രയോജനിക് എൻജിൻ റോക്കറ്റ് ആണ് ഈ പറയുന്ന അഗ്നിബാൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് അഗ്നിബാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആ കൂട്ടത്തിൽ നിങ്ങൾ ധനുഷിനെ കുറിച്ചും കൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. GSAT N2 മിഷൻ. എന്താണ്? GSAT N2 മിഷൻ ആണ്. ഇത് വിക്ഷേപിച്ചിട്ടുള്ളത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 നവംബർ മാസം 19-നാണ്. 2024 നവംബർ മാസം 19-ന് വിക്ഷേപിച്ചിട്ടുള്ളതാണ് GSAT N2 മിഷൻ എന്ന് പറയുന്ന മിഷൻ. ഈ ഒരു മിഷൻ ഇതൊരു വാർത്താവിനിമയ ഉപഗ്രഹം കൂടിയാണ്. വാർത്താവിനിമയ ഉപഗ്രഹമാണ് GSAT N2 എന്ന മിഷൻ എന്ന് പറയുന്ന മിഷൻ. അതെന്താണ്? ഒരു വാർത്താവിനിമയ ഉപഗ്രഹമാണ്. വിക്ഷേപിച്ചത് 2024 നവംബർ മാസം 19 ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വിദൂര പ്രദേശത്തും വിമാനത്തിലുമൊക്കെ വരുന്ന അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. വിദൂര പ്രദേശങ്ങളിലും അതുപോലെ തന്നെ വിമാന സർവീസുകൾ വിമാനത്തിലുമൊക്കെ അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പറയുന്ന GSAT N2 വിക്ഷേപിച്ചിട്ടുള്ളത്. വിക്ഷേപിച്ചത് എന്നാണ്? 2024 നവംബർ മാസം 19 ഇത് വിക്ഷേപിച്ചത് ഇവിടെ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ഇന്ത്യക്ക് പുറത്ത് US നിന്നാണ്. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് ഇത് വിക്ഷേപിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റിലാണ് ഈ പറയുന്ന GSAT N2 എന്ന് പറയുന്ന ഉപഗ്രഹം അതായത് വിക്ഷേപിച്ചിട്ടുള്ളത്. ഇതൊരു വാർത്താവിനിമയ ഉപഗ്രഹമാണ്. അതുപോലെ തന്നെ എന്തിനാണ്? വിദൂര പ്രദേശത്തും അതുപോലെ തന്നെ നമ്മുടെ വിമാനത്തിലുമൊക്കെ അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ഉപഗ്രഹത്തിൻ്റെ ലക്ഷ്യമായിട്ട് വരുന്നത്. എന്നാ വിക്ഷേപിച്ചത്? 2024 നവംബർ മാസം 19 ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു മിഷനായിട്ടുള്ള ഗഗൻയാനെ കുറിച്ച് നോക്കാം. ഗഗൻയാൻ മിഷൻ ഒരുപാട് എക്സാമിന് പ്രധാനമായി ചോദ്യം ചോദിക്കുന്ന ഒരു മേഖലയാണ് ഗഗൻയാൻ എന്ന് പറയുന്ന മിഷൻ. എന്താണിത്? ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട യാത്രികരെ സംബന്ധിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഓൾറെഡി നമുക്കറിയാം ഗഗൻയാൻ എന്ന് പറയുന്ന മിഷൻ എന്തുമായി ബന്ധപ്പെട്ടാണ്? നമ്മുടെ ബഹിരാകാശത്തിലേക്ക് ആളുകളെ അയക്കുന്ന ഇന്ത്യയുടെ ഒരു മിഷനാണ് ഈ പറയുന്ന ഗഗൻയാൻ മിഷൻ എന്ന് പറയുന്നത്. ആ ദൗത്യത്തിലേക്ക് കുറച്ച് ആളുകളെ തിരഞ്ഞെടുത്തു. ആ വ്യക്തികളുടെ പേര് നമ്മൾ നോക്കി വെച്ചിരിക്കണം. ഒന്ന് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അദ്ദേഹം മലയാളിയാണ്, ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്, നെന്മാറ പാലക്കാട് ജില്ലയിലുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പേര് പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ്. അദ്ദേഹം എന്താണ്? ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. ഈ ഗഗൻയാൻ മിഷന്റെ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. മറ്റൊരാൾ അജിത് കൃഷ്ണൻ, അദ്ദേഹം ചെന്നൈ സ്വദേശിയാണ്, അതായത് തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള അജിത് കൃഷ്ണൻ, അദ്ദേഹവും ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. പിന്നുള്ളത് അംഗദ് പ്രതാപ്, അദ്ദേഹം UP-കാരനാണ്. എവിടെയാണ്? അംഗദ് പ്രതാപ് എന്ന് പറയുന്ന വ്യക്തി UP-യിൽ നിന്നുള്ള വ്യക്തിയാണ്, അദ്ദേഹവും ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. മറ്റൊരാൾ ആരാണ്? ശുഭാൻശു ശുക്ല എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം വിംഗ് കമാൻഡർ ആണ് കേട്ടോ. UP-യിൽ നിന്നുള്ള ആളാണ്, വിംഗ് കമാൻഡർ ആണ് ഈ പറയുന്ന ശുഭാൻശു ശുക്ല എന്ന് പറയുന്ന വ്യക്തി. ക്ലിയർ ആണല്ലോ? അപ്പം ഗഗൻയാൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഗഗൻയാൻ മിഷൻ എന്ത് മിഷനാണെന്നൊക്കെ ഇതിനു മുമ്പ് നമുക്ക് ചോദിച്ചിട്ട് വേണം നമുക്കത് അറിയുകയും ചെയ്യാം. ആ ഒരു ദൗത്യത്തിലേക്ക് ഇന്ത്യ മിഷനിൽ ഭാഗമാകാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുടെ പേരാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഒന്നാരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, മറ്റൊന്ന് അജിത് കൃഷ്ണൻ, അംഗദ് പ്രതാപ്. ഈ 3 വ്യക്തികൾ ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരാണ്. ഇനി ഒരാളൂടുണ്ട്, അദ്ദേഹമാണ് ആര്? ശുഭാൻശു ശുക്ല എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം വിംഗ് കമാൻഡർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, വിംഗ് കമാൻഡർ ആണ്. അദ്ദേഹം എവിടുത്തുകാരനാണ്?
UP-കാരനാണ്. ഇങ്ങനെ 4 പേരെയാണ് ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇവർ 4 പേരാണ് യാത്രികരായിട്ട് ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമാകുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഈ പറയുന്ന ഗഗൻയാൻ മിഷന്റെ സഞ്ചാരികളുടെ പരിശീലനം നടത്തുന്ന ഒരു സ്ഥലം ഉണ്ടാവണം അല്ലേ? അങ്ങനെ പരിശീലനം നടത്താൻ വേണ്ടി ISRO രൂപീകരിച്ച സ്ഥാപനമാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ. മനുഷ്യരാണ് പോകുന്നത്, ഗഗൻയാൻ മിഷന്റെ ഭാഗമാകുന്നത്. അപ്പോൾ ഹ്യൂമനെ സ്പേസിലേക്ക് വിടുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സെന്ററാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരാണ് ഈ പറയുന്ന ആസ്ഥാനം എന്ന് പറയുന്നത്. ഗഗൻയാൻ സഞ്ചാരികളുടെ പരിശീലനത്തിനായി ISRO രൂപീകരിച്ച സ്ഥാപനം ഏതാണ്? ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ ബംഗളൂരുവിലാണ്. അതുപോലെ തന്നെ ഈ ആളുകൾ ഇന്ത്യൻ ബഹിരാകാശ യാത്രികരെ അറിയപ്പെടാൻ പോകുന്നത്, അവരെ അറിയപ്പെടുന്ന പേരെന്താണ്? വ്യോമനോട്ട് എന്നാണ്. വ്യോമനോട്ട് എന്നാണ് ഇന്ത്യൻ ബഹിരാകാശ യാത്രികരെ അറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? ഇന്ത്യൻ ബഹിരാകാശ യാത്രികരെ അറിയപ്പെടുന്ന പേരെന്താണ്? വ്യോമനോട്ട് എന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ആ സെന്റർ പഠിക്കുക ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ ആണ്. അത് ബാംഗ്ലൂരാണ്. ക്ലിയർ ആണല്ലോ? ഗഗൻയാൻ മിഷൻ ഭാഗമാകുന്ന യാത്രികരെ കണ്ടു. 4 പേരുടെ പേര് നമ്മൾ പഠിച്ചു. അവർ പരിശീലനം നൽകുന്നത് എവിടെയാണ്? ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിലാണ് പരിശീലനം നൽകുന്നത്. അതുപോലെ തന്നെ ആ യാത്രികരെ അറിയപ്പെടുന്ന പേര് എന്താണ്? നമ്മുടെ വ്യോമനോട്ട് എന്ന പേരിലായിരിക്കും അവർ അറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഗഗൻയാൻ മിഷന്റെ ഭാഗമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി അടുത്തത് ആദിത്യ L1 മിഷൻ നമുക്കറിയാം. എന്താണ്? സൂര്യനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ള നമ്മുടെ ദൗത്യമാണ് ആദിത്യ L1 എന്ന് പറയുന്നത്. ഇത് 2023 സെപ്റ്റംബർ 2 ഇത് വിക്ഷേപിച്ചിട്ടുള്ളത് അല്ലേ? വിക്ഷേപിച്ച ശേഷം ഈ പറയുന്ന ആദിത്യ L1 ലഗ്രാഞ്ചെ പോയിന്റിലുള്ള ഹെലോ ഭ്രമണപഥത്തിലെത്തി. അപ്പം ഈ ആദിത്യ L1 എന്ന് പറയുന്ന സാറ്റലൈറ്റ് ലഗ്രാഞ്ചെ പോയിന്റിലുള്ള ഹെലോ ഭ്രമണപഥത്തിലെത്തിയ ദിവസം 2024 ജനുവരി 6 ആണ്. അപ്പോൾ 2023 ഇത് വിക്ഷേപിച്ചു. പിന്നീട് 2024 ജനുവരി 6 ആയപ്പോഴേക്കും ഈ പറയുന്ന ഹെലോ ഭ്രമണപഥത്തിലെത്തി അല്ലേ? ലഗ്രാഞ്ചെ പോയിന്റിലുള്ള ഹെലോ ഭ്രമണപഥത്തിലെത്തി. അങ്ങനെ ഭൂമിയുടെയോ അല്ലെങ്കിൽ മറ്റു ഗ്രഹങ്ങളുടെയോ നിഴൽ തടസ്സം ഉണ്ടാവാതെ സദാസമയം സൂര്യനെ വീക്ഷിക്കാൻ സാധിക്കുന്ന പോയിന്റ് ആണ് ലഗ്രാഞ്ചെ പോയിന്റ്. ഓക്കെ. അപ്പം ലഗ്രാഞ്ചെ പോയിന്റ് എന്ന് പറയുന്നത് ഭൂമിയുടെ മാത്രമല്ല, മറ്റ് ഗ്രഹങ്ങളുടെ ഒന്നും നിഴൽ പോലും വീഴാതെ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നിഴൽ തടസ്സം പോലും ഇല്ലാതെ സദാസമയം നമുക്ക് സൂര്യനെ കൃത്യമായി വീക്ഷിക്കാൻ പറ്റുന്ന പോയിന്റാണ് ലഗ്രാഞ്ചെ പോയിന്റ് എന്ന് പറയുന്നത്. അതാണ് L1 എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ ആണല്ലോ? അപ്പം ഇത് 2024 ജനുവരി 6 ആയപ്പോഴത്തേക്കും അതിൻ്റെ ഹെലോ ഭ്രമണപഥത്തിൽ എത്തുകയുണ്ടായി, ലഗ്രാഞ്ചെ പോയിന്റിൽ എത്തുകയുണ്ടായി. ഓക്കെ ആണല്ലോ? ക്ലിയർ. അപ്പോൾ ആദിത്യ L1 ബന്ധപ്പെട്ട ദിവസങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ. അത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദിത്യ L1 ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ അടുത്ത് വരാൻ പോകുന്നൊരു മിഷനാണ് ചന്ദ്രയാൻ 4 എന്ന് പറയുന്ന മിഷൻ. ചന്ദ്രയാൻ 4 എന്ന് പറയുന്നത്, ചന്ദ്രയാൻ 3 കഴിഞ്ഞു, ചന്ദ്രയാൻ 4 എന്ന് പറയുന്ന മിഷൻ ചന്ദ്രനിൽ നിന്നും ഭൂമിയിലേക്ക് സാമ്പിളുകൾ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന ISROയുടെ ദൗത്യമാണ്. അതായത് നമ്മുടെ ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് സാമ്പിളുകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ലക്ഷ്യമിടുന്ന ISROയുടെ ദൗത്യമാണ് ചന്ദ്രയാൻ 4 എന്ന് പറയുന്നത്. റിഗോലിത്ത് എന്നറിയപ്പെടുന്ന ചന്ദ്രനിലെ മണ്ണ് ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ്. അതായത് അവിടെ ചന്ദ്രനിലുള്ള മണ്ണ്, ആ മണ്ണ് അറിയപ്പെടുന്നത് എന്താണ്? റിഗോലിത്താണ്. അപ്പം ഇങ്ങനെ റിഗോലിത്ത് എന്നറിയപ്പെടുന്ന ചന്ദ്രനിലെ മണ്ണ് ശേഖരിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള ദൗത്യമാണ് ഏതെന്ന് പറയുന്നത് ചന്ദ്രയാൻ 4 സാധ്യമാകുന്നത്. ചന്ദ്രയാൻ 4 ദൗത്യത്തിൻ്റെ ഭാഗമായി ജപ്പാനുമായി സഹകരിച്ച് ഒരേ സമയം 2 റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്ന ISROയുടെ ദൗത്യമാണ് ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ. ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ എന്ന് പറയുന്ന മിഷൻ അതാരുമായിട്ട് സഹകരിച്ചാണ്? ജപ്പാനുമായി സഹകരിച്ചുകൊണ്ട് ഈ പറയുന്ന ചന്ദ്രയാൻ ദൗത്യത്തിൻ്റെ വിജയം അല്ലെങ്കിൽ ആ ഒരു ഭാഗമാകാൻ വേണ്ടിയിട്ട് റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ വേണ്ടി ജപ്പാനുമായി സഹകരിക്കുന്ന പദ്ധതിയാണ് ഏത് പദ്ധതി? ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ പദ്ധതി അഥവാ ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ചന്ദ്രയാൻ 4 എന്ന് പറയുന്ന മിഷന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകളൊക്കെ ശേഖരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരിക, അതിനെക്കുറിച്ച് പഠനം നടത്തുക എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ആ മണ്ണ്, അതായത് ചന്ദ്രനിലെ മണ്ണ്, റിഗോലിത്ത് എന്നറിയപ്പെടുന്ന മണ്ണാണ് ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ പരീക്ഷണം നടത്താനുള്ള എത്തിക്കാനുള്ളൊരു ദൗത്യമാണ് ചന്ദ്രയാൻ 4 പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അത് ചന്ദ്രയാൻ 4 ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇത് മറ്റൊരു കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളെ സുനീത വില്യംസ് വരുന്നത് അല്ലേ? അപ്പം അതെന്താണ്? ആ ഒരു പദ്ധതി ഏതാണ്? അത് എന്തിൻ്റെ ഭാഗമാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ബോയിങ് സ്റ്റാർലൈനർ മിഷന്റെ ഭാഗമായി ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക ആരാണെന്ന് ചോദിച്ചാൽ അത് സുനീത വില്യംസ് ആണ്. എന്താണ്?
ബോയിങ് സ്റ്റാർലൈനർ മിഷന്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ വംശജയായിട്ടുള്ള വ്യക്തി ആരാണ്? സുനീത വില്യംസ് ആണ്. ആ ഒരു സ്റ്റാർലൈനർ വിക്ഷേപിച്ചത്, ബോയിങ് സ്റ്റാർലൈനർ വിക്ഷേപിച്ച ദിവസം ഏതാണ്? 2024 ജൂൺ 5 ഇത് വിക്ഷേപിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അവരിപ്പോഴും അത് അവിടെ തുടരുകയാണ് അല്ലേ, ആ ഒരു ബഹിരാകാശത്ത് അവർ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പേരൊന്ന് അറിഞ്ഞിരിക്കണം. ബോയിങ് സ്റ്റാർലൈനർ മിഷനിൽ സുനിത വില്യംസിന്റെ സഹയാത്രികനായിട്ടുള്ളത് ആരാണ്? ബാരി ഇ വിൽമോർ ആണ്. എന്താണ്? ബാരി ഇ വിൽമോർ ആണ് സുനിത വില്യംസിന്റെ സഹയാത്രികനായിട്ട് ആ പറയുന്ന ബോയിങ് സ്റ്റാർലൈനർ മിഷന്റെ ഭാഗമായിട്ടുള്ളത്. ഓക്കെ, ഇവർ രണ്ടുപേരുമാണ് ഇപ്പോൾ ആ ഒരു യാത്രികരായിട്ടുള്ളത്. മിഷൻ ഏതാണ്? ബോയിങ് സ്റ്റാർലൈനർ മിഷൻ ആണ്. ആ മിഷൻ വിക്ഷേപിച്ചത് എന്നാണ് 2024 ജൂൺ 5 ഈ പറയുന്ന മിഷൻ വിക്ഷേപിച്ചിട്ടുള്ളത്. ആ ഒരു പേരുകൾ നമ്മളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ആ മിഷൻ ഏതാണെന്നും കൂടി നമ്മളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഓക്കെ, അടുത്തത് പ്രായം കുറഞ്ഞ ചുവപ്പ് കുള്ളൻ ഗ്രഹങ്ങൾ, അതായത് ഡോർഫ് പുറപ്പെടുവിക്കുന്ന പ്ലാസ്മാവസ്ഥയിലുള്ള ദ്രാവകത്തിന്റെ അതിവേഗ പ്രവാഹ സൂചനകൾ ആദ്യമായി കണ്ടെത്തിയ മലയാളി ഗവേഷകനാണ്. അതാരാണെന്നുള്ളതാണ് ഡോക്ടർ അതുൽ മോഹനാണ്. ആ പേര് നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ എന്താണ് അദ്ദേഹം കണ്ടെത്തിയത്? അത് എന്താന്ന് ചോദിച്ചാൽ എന്താണ്? പ്രായം കുറഞ്ഞ ചുവപ്പ് കുള്ളൻ നക്ഷത്രങ്ങൾ, അതായത് ഡോർഫ് എന്നറിയപ്പെടുന്ന ചുവപ്പ് കുള്ളൻ നക്ഷത്രങ്ങൾ പുറത്തേക്ക് വിടുന്ന അല്ലെങ്കിൽ പുറപ്പെടുവിക്കുന്ന പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യത്തിന്റെ അതിവേഗ പ്രവാഹ സൂചകങ്ങൾ. അപ്പം ഈ പറയുന്ന ഡോർഫ് എന്നാണ് കുള്ളൻ നക്ഷത്രങ്ങൾ, ചുവപ്പ് കുള്ളൻ നക്ഷത്രങ്ങളൊക്കെ പുറത്തേക്ക് വിടുന്ന ഒരു പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവത്തിന്റെ സൂചകങ്ങൾ കണ്ടെത്തിയിട്ടുള്ള മലയാളിയായ ഗവേഷകൻ ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ അതുൽ മോഹനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെച്ചിരിക്കുക, ഡോക്ടർ അതുൽ മോഹൻ. ലിയോ എന്ന ചുവപ്പ് കുള്ളൻ നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്ലാസ്മ പ്രവാഹ സിഗ്നലുകളാണ് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത്. എന്താണ്? ലിയോ അദ്ദേഹം കണ്ടെത്തിയത് ലിയോ എന്ന കുള്ളൻ ഗ്രഹത്തിന്റെ ചുവപ്പ് കുള്ളൻ നക്ഷത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്ലാസ്മ പ്രവാഹ സിഗ്നലുകളാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? കണ്ടെത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേരാണ് നമ്മൾ ഓർത്തിരിക്കുക, ഡോക്ടർ അതുൽ മോഹൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഏതാണ് ചുവപ്പ് കുള്ളൻ നക്ഷത്രം? ലിയോ ആണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തത് ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 5ാമത്തെ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ജപ്പാനാണ്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയിട്ടുള്ള 5ാമത്തെ രാജ്യം ഏതാണ്? ജപ്പാനാണ്. ജപ്പാന്റെ ആദ്യ ചന്ദ്രോപരിതല ദൗത്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ലിം ആണ്. ജപ്പാന്റെ ആദ്യ ചന്ദ്രോപരിതല ദൗത്യമാണ് സ്ലിം. സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ. എന്താണ്? സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്നുള്ള സ്ലിം എന്ന് പറയുന്ന ഷോർട്ട് ഫോമിലാണ് അത് അറിയപ്പെടുന്നതാണ്. എന്താണ്? ആരുടെയാണ്? ജപ്പാന്റെ പദ്ധതിയാണ് കേട്ടോ. ചന്ദ്രനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ജപ്പാന്റെ പദ്ധതിയാണ്. ജപ്പാന്റെ ചന്ദ്രദൗത്യമായ സ്ലിം അല്ലെങ്കിൽ മൂൺ നേപ്പർ വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങിയത് 2024 ജനുവരി 19 2024 ജനുവരി 19 ഈ പറയുന്ന ജപ്പാന്റെ ചന്ദ്രദൗത്യം എന്ത് ചെയ്യുന്നുള്ളത് അവിടെ ചെന്നിട്ടുള്ളത്. ആ ദിവസം ഏതാണ്? 2024 ജനുവരി 19. ആ ഒരു ദൗത്യത്തിന്റെ പേര് സ്ലിം ആണ്. എന്താണ്? സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്നുള്ളതാണ്. അപ്പം ചന്ദ്രന്റെ ഉപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ജപ്പാൻ? 5ാമത്തെ രാജ്യമാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അത്രയും കാര്യങ്ങൾ ഓക്കെ ആയി. അടുത്തത് 2024 ഓഗസ്റ്റിൽ രാജ്യത്ത് ആദ്യമായി വിക്ഷേപിച്ച പുനരുപയോഗിക്കാൻ കഴിയുന്ന ഹൈബ്രിഡ് റോക്കറ്റ്. അപ്പം ഇന്ത്യയിൽ 2024 ഓഗസ്റ്റിൽ നമ്മുടെ ആദ്യമായി വിക്ഷേപിച്ചിട്ടുണ്ട്. അതായത് പുനരുപയോഗിക്കാൻ കഴിയുന്ന ഹൈബ്രിഡ് റോക്കറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം റൂമി 1 എന്നാണ്. ഓക്കെ, അപ്പം റൂമി എന്ന് പറയുന്ന റോക്കറ്റ് പുനരുപയോഗിക്കാൻ കഴിയുന്നതാണ്. ഒരിക്കൽ വിക്ഷേപിച്ച് പുനരുപയോഗിക്കാൻ കഴിയാവുന്ന എന്താണ്? ആദ്യമായി പുനരുപയോഗിക്കാൻ കഴിയുന്ന എന്ത് റോക്കറ്റാണ്? ഹൈബ്രിഡ് റോക്കറ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം റൂമി 1 ആണ്. ക്ലിയർ ആണല്ലോ? ഇത് 2024 ഓഗസ്റ്റിലാണ് വിക്ഷേപിച്ചിട്ടുള്ളത്. നമുക്ക് അടുത്തൊരു പദ്ധതിയും കൂടി നോക്കാം. വിജ്ഞാൻ ധാര എന്ന് പറയുന്ന പദ്ധതി. വിജ്ഞാൻ ധാര എന്ന് പറയുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ മനുഷ്യ വിഭവശേഷിയും അതുപോലെ തന്നെ ഗവേഷണവും വികസനവും ലക്ഷ്യമിട്ട് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ മനുഷ്യ വിഭവശേഷി, അപ്പോൾ മനുഷ്യന്റെ ശേഷിയും അതുപോലെ തന്നെ ഗവേഷണവും വികസനവും ലക്ഷ്യമിട്ടുകൊണ്ട് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ ആ പദ്ധതിയുടെ പേരാണ് വിജ്ഞാൻ ധാര എന്ന് പറയുന്ന പദ്ധതി.
അപ്പം ആ പദ്ധതി അറിഞ്ഞിരിക്കുക. ഏത് വകുപ്പാണ്? ശാസ്ത്ര സാങ്കേതിക വകുപ്പാണ് ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട് നോക്കുന്നത്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.